11 പേരുടെ ജീവനെടുത്ത IPL വിജയാഘോഷ ദുരന്തത്തിന് കാരണം ഗേറ്റുകളിലൂടെ ആളുകളെ കടത്തിവിട്ടതിലെ വീഴ്ചയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 40,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം പരിസരത്ത് 5 ലക്ഷത്തോളം പേരാണ് എത്തിയത്. മജിസ്ട്രേറ്റ് തല അന്വേഷണം ഇന്ന് ആരംഭിക്കും. IPL ഭരണസമിതിയോടും BCCI റിപ്പോർട്ട് തേടിയിരിക്കുന്നു. രാജേഷ് ശ്രീനിവാസൻ വിവരങ്ങൾ നൽകുന്നു. ഈ ഒരു ദുരന്തത്തിന് ശേഷം ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്? രാജേഷ് ശ്രീനിവാസൻ. മനേഷ്, ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ ഈ കന്നി കിരീടം നേടിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ഈ പോരാട്ടത്തിന് പിന്നാലെ അല്ലെങ്കിൽ ആ വിജയാഘോഷത്തിന് പിന്നാലെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു മജിസ്ട്രേറിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അത് ഇന്ന് ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും വിശദീകരണം നേടുമെന്നായിരുന്നു ഇന്നലെ നൽകിയ വാർത്താ സമ്മേളനത്തിൽ ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഗേറ്റ് അല്ലെങ്കിൽ ഇന്നലെ നടന്ന ആഘോഷ പ്രവേശന കവാടത്തിലേക്ക് ഈ ജനങ്ങൾ ഇരച്ചു കയറിയതാണ് ഇതുപോലെ വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ നിലവിലെ ഈ പ്രാഥമിക നിഗമനം. ഈ കർണാടക DGP ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കവാടത്തിലേക്ക്, പ്രധാനമായും 7ാമത്തെ കവാടത്തിലേക്ക് വലിയ രീതിയിലുള്ള ജനങ്ങൾ എത്തിച്ചേർന്നതാണ് ഇതുപോലത്തെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ DGP മുഖ്യമന്ത്രി നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കർണാടക സർക്കാരും 5 ലക്ഷം രൂപ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അതിൽ 47 പേരുടെ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സ്റ്റേഡിയം പരിസരത്ത് പെട്ടെന്ന് ആൾക്കൂട്ടം രൂപപ്പെട്ടതും അതുപോലെ ആൾക്കൂട്ടം ഈ പോലീസ് വെച്ച അല്ലെങ്കിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതും അതാണ് ഈ അപകടത്തിന് ആക്കം കൂട്ടിയത് എന്നാണ് നിലവിൽ ഇപ്പോൾ ഈ DGP നൽകിയ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ ഇടയ്ക്ക് പെയ്ത മഴ ഈ അപകടത്തിന് ആക്കം കൂട്ടി എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്നാലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പ്രവേശ കവാടത്തിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേരുടെ മരണമാണ് നിലവിൽ ഇപ്പോൾ കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നത്. അതിൽ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഒരു അന്വേഷണത്തിന്, ഒരു മജിസ്ട്രേറിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അത് ഇന്ന് ആരംഭിക്കുമെന്നാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 15 ദിവസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നാണ് നിലവിൽ ഇപ്പോൾ സിദ്ധരാമയ്യ ഇന്നലെ നൽകിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. MS. ശരി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിക്ടറി പരേഡ് ദുരന്തമായി പരിസമാപ്തി ഉണ്ടായതിൽ ഏകോപനത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഗേറ്റിന് മുന്നിൽ ആവശ്യത്തിന് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ബംഗളൂരു ദുരന്തത്തിന് കാരണമായി. പരിപാടി നടത്തിയത് പോലീസിൻ്റെ നിർദ്ദേശം തള്ളിയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പോലീസ് മുന്നോട്ട് വെച്ചത് പ്രധാനമായും 2 നിർദ്ദേശങ്ങളായിരുന്നു. ആ നിർദ്ദേശങ്ങൾ പരിപാടി ഒരു വേദിയിലേക്ക് മാത്രം ചുരുക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റണം എന്നിങ്ങനെ ഒന്നായിരുന്നു. ഫൈനൽ പിറ്റേന്നുള്ള ആരാധക ആവേശം ഞായറാഴ്ചയോടെ കുറയുമെന്നും പോലീസ് വാദിച്ചിരുന്നു. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിപുലമായ സുരക്ഷാ ക്രമീകരണത്തിന് സമയമില്ല എന്ന് സർക്കാരിനെ പോലീസ് അറിയിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും. അതേപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള രീതിയിൽ വിവരങ്ങൾ വരുന്നു. ഈ വിഷയത്തിൽ തനിക്ക് ഉള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും താൻ ഒഴിയുന്നില്ല എന്നാണ് കർണാടക മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റ 47 പേരും ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് രാജേഷ് ശ്രീനിവാസൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ കാത്തിരിക്കുന്ന വാർത്തകൾ. വയനാട് മുത്തങ്ങയിൽ കാട്ടാന ചെരിഞ്ഞത് വൈദ്യുതാഘാതം